നിർത്തടാ നിർത്തടാ സ്പീഡ് കൂട്ടാൻ പോയി 20-25 പോവും. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ബൈക്കും കാര്യങ്ങളും മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞ സ്പോർട്സ് നമ്മൾ കുറച്ചൊന്ന് നീക്കി വെച്ചിരിക്കുകയാണ്. അടുത്തത് സ്കേറ്റിംഗ് ബോർഡാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അനിയൻ ഇവിടെ ഫുള്ള് നമ്മുടെ വെക്കേഷനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വെക്കേഷനും കാര്യങ്ങൾ ഇത്ര നാൾ എക്സാം കാര്യങ്ങളല്ലേ, എക്സാമും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു, തിരക്കിലായിരുന്നു, ഫുള്ള് ഒതുങ്ങി നിൽക്കായിരുന്നു കേട്ടാ. ഇനി പഠിത്തം അങ്ങനെ ഈ ആഴ്ച ഫുള്ള് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങി നിൽക്കായിരുന്നു. പക്ഷെ ഇനി തൊട്ട് അവന് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കേറ്റിംഗ് ബോർഡ്. നീ എന്താ തൊടാണ്ടിരുന്നേന്ന്? പരീക്ഷയായിട്ട് മാറ്റി വെച്ചായിരുന്നു. ഞാൻ ചോദിച്ചു നിന്റെ താല്പര്യം പോയി പോയി കഴിഞ്ഞാൽ തീരുമാനമാവട്ടെ. ഞാനത് നേരെ OLX അല്ലെങ്കിൽ ഗിവ് അവേ ആയിട്ട് കൊടുക്കും. ഞാനത് അനിയൻ നമ്മൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നീ ആദ്യം ഏത് സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കണ്ടായിരുന്നു? സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ബിഗിനേഴ്സിന് പറ്റിയതാണ്. അത് എവിടെ നിന്നെടുത്ത്? ഫ്ലിപ്കാർട്ട്, ആമസോൺ ഞങ്ങളുടെ സർപ്രൈസ് ഇങ്ങനെ തന്നെ തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതിന്ന് എടുത്തത്. അതിന് എത്ര രൂപയായിരുന്നു? എത്രയാ? 1200 ആ റേഞ്ചിലാ ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അതായിരുന്നു ആദ്യത്തെ സ്കേറ്റ് ബോർഡ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അതിനെന്താ കംപ്ലൈന്റ് പറ്റിണ്ടായിരുന്നത്? ഇത് ബെയറിങ് പോയിണ്ടായി, അതിന്റെ ഈ ചക്രത്തിന്റെ ഉള്ളിലെ ബെയറിങ് പോയിണ്ടായി. പിന്നെ ചക്രത്തിന്റെ ഈ ട്രക്ക് ഇത് ഇതിന്റെ ട്രക്ക് എന്നാണോ ഈ സംഭവം? ഇതിന്റെ ബെയറിങ്, ഇതിന്റെ ഉള്ളിലുള്ള ബെയറിങ് അത് പോയിണ്ടായി. അത് പോയിട്ടുണ്ടായിരുന്നു, എന്താ പോയിണ്ടായി. പിന്നെ ഇത് പൊട്ടിണ്ടായി. ഇതിനെന്താ പറയാ ഈ കമ്പനി? അങ്ങനെ ട്രക്കെന്നോ? കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഇവിടെ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സ്കേറ്റ് ബോർഡ് ആദ്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഇത് നമ്മള് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ എന്റെ ബൈക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഇതിനെന്തൊരു പ്രത്യേകതകൾ എനിക്കറിയില്ല, അതാണ് എന്നോട് ചോദിക്കണേ. ഏത് പ്ലൈവുഡാണ് ബോർഡ്? പ്ലൈവുഡാ വരണേ. ഗ്ലിഫ് ടേപ്പ് ഉണ്ട്, പിന്നെ ചക്രം. ഞാൻ ചോദിക്കുന്നത് 1500 രൂപേനെക്കാട്ടും ഇതിന് 7000 രൂപ കൊടുത്തിട്ട് വാങ്ങിയത് നമ്മള്. അപ്പൊ എന്തിനാ ഇത്ര വില കൊടുത്ത് ഈ സാധനം വാങ്ങിയതിന്റെ പ്രത്യേകതകൾ പറ. കാരണം പിന്നെ ക്വാളിറ്റി ഉണ്ടാവും. മറ്റേ ആളും നല്ലതാണ് ഇത്, എന്തുകൊണ്ടും നല്ലതാണ് ഇത്. അത്രേ ഉള്ളൂ, വേറെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. പിന്നെ ബോർഡ് വ്യത്യാസം. ബോർഡ് പ്ലൈവുഡാണ്, മറ്റേ സാധാ ഏതോ ബോർഡായിരുന്നു. അത് പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചപ്പോഴേ അതിന്റെ ഇതായി, അത് ബെൻഡായി, ഇവിടെ പൊട്ടി. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വെച്ചാലും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരില്ല, കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ കുത്തി ചോദിക്കാൻ കാരണേ 7000 രൂപ കൊടുത്ത് സാധനം വാങ്ങിയത്. ഇവന് താല്പര്യം വേണ്ട. നിനക്ക് പണ്ട് നിനക്ക് ഓർമ്മയുണ്ടാവും, സത്യസന്ധമായിട്ട് പറയണം. അമ്മയുടെ ആടി ഒരു ഇത് വാങ്ങി തന്നത് കീബോർഡ്. അതെന്താ അതിന്റെ കഥ എന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക്. കീബോർഡ് ഞാൻ പഠിച്ചായിരുന്നു. പിന്നെ എന്തിട്ടാ കംപ്ലൈന്റ് ആയി. അത് എന്തിട്ടാ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ചെക്കൻ അതില് കേറി നടക്കേ 4ാം ക്ലാസ്സിൽ അങ്ങോട്ടായിരുന്നു, അങ്ങനെ കംപ്ലൈന്റ് ആയതാ. സംഭവം വേറെ ഒന്നല്ല, ഇവന് ഒരു കീബോർഡ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നീ പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം ഇവന് വാങ്ങി കൊടുത്തോട്ടെ. ഇവൻ വീട്ടിൽ പറഞ്ഞു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റിയ അത് ആ പ്രായ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മെയിൻറ്റെയിൻ ചെയ്യല്ല. പിറ്റേ ദിവസം കീബോർഡ് അവന് വാങ്ങി കൊടുത്തു. പക്ഷെ ആ കീബോർഡ് ഒരാഴ്ച ഉപയോഗിച്ചു. പിന്നെ അവന്റെ ഇൻട്രസ്റ്റ് പോയി, വേറെ ഇതിലേക്ക് പോയി. ഇൻട്രസ്റ്റ് പോയിട്ടൊന്നല്ല, അതിന്റെ ഇത് കംപ്ലൈന്റ് ആണ്. വേറൊരു ചെക്കൻ ഉണ്ടായി, 4ാം ക്ലാസ്സിലാണ് പഠിക്കായിരുന്നു. അപ്പൊ ബെഞ്ചുമ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബെഞ്ചുമ വെക്കുമ്പോ വേറെ ചെക്കൻ ഓടി നടക്കുക, അങ്ങനെ എന്തോ ഇതുമ വീണു, എന്തോ പറ്റിയതാണ്. അങ്ങനെ പറ്റിയതാട്ടോ. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ കുത്തി ചോദിക്കും. ഇതിനോടുള്ള താല്പര്യം, ഒരു സംഭവത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പേരും കാര്യങ്ങളും ഇത് ഇങ്ങനെ മോഡിഫൈ അങ്ങനെ ചെയ്യാൻ നമ്മുടെ സൈക്കിളിനും ബൈക്കിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ല, അതുപോലെ തന്നെ. സോ ഇത് നമ്മൾ വാങ്ങി കൊടുത്ത പുതിയ പിടിക്കും അമ്മ വെയിറ്റ് ഉണ്ട്. സ്കേറ്റ് ബോർഡ് എത്ര വെയിറ്റ് ഉണ്ട് ഇതിന് അറിയോ? 10 കിലോ. എന്തുട്ടാണത്? മാക്സിമം വെയിറ്റ് 200 ഇതാണ്. അതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ബോർഡിന് മാക്സിമം വെയിറ്റ് 100 കിലോ ഉള്ള വെയിറ്റ് ഉള്ള ഇതാണ് നിനക്ക് താങ്ങാം. എടാ മോനെ, ഒരു ഐഡിയ ഇല്ലല്ലോ ഒരു ബോർഡിനെ കുറിച്ച്. സോ നമ്മൾ ഇവിടെ കണിമംഗലം പാടത്തേക്ക് വന്നിരിക്കാൻ കേട്ടോ. അവിടെ നല്ലൊരു ഇതുണ്ടാ, ഇവിടെ കാര്യങ്ങളുണ്ട്. നമ്മളെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്. ഇലക്ട്രിക് സൈക്കിൾ വേഴ്സസ് സ്കേറ്റിംഗ് ബോർഡാണ് ഇത് എനിക്ക് തന്നിട്ടുണ്ട്, പോക്കറ്റിലുണ്ട്. ഇതിന്റെ ഇടയക്കോടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് കുഴപ്പമുണ്ടോ നിനക്ക്? ഈ ബോർഡ്, ഈ സ്ഥലം കുറച്ചുകൂടി റഫാ. നീ കുറച്ച് സ്പീഡ് നോക്കിയേ. മറ്റേതിനെക്കാട്ടും ഭേദമല്ലേ? അപ്പുറത്തേക്ക് കൊണ്ട് കളയണ്ട. ഇവിടെ ഒരു റോഡ് ഉണ്ട്. ഇത് കുറച്ച് മണ്ണും ഇതും കാര്യങ്ങളൊക്കെയാണ്. വന്ന വഴി പോയി. ഞാൻ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണിമംഗലം പാടാണ് കേട്ടോ ഇത് വരണത്. കണിമംഗലം പാടം. എങ്ങനെയുണ്ട് ലൊക്കേഷൻ?
അടിപൊളി. അവിടെ സൺസെറ്റ് സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. 6:15 അങ്ങടാണ്, 6:30 അങ്ങടാണ് സൺസെറ്റ് വരുന്നത്. ഇവിടെ സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ ഇവൻ ആക്ച്വലി കുറച്ച് ഒന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു. നീ ഇവിടെ ഒന്ന് വാമപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ വേഴ്സസ് സ്കേറ്റ് ബോർഡ് ചെയ്യാം. എന്നിട്ട് പ്ലാൻ എന്നറിയോ, ഞാൻ ഇത് ഓടിക്കാം, ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കാം. നീ എന്റെ ബാക്കിൽ പിടിച്ചാൽ മതി. അപ്പൊ നിനക്ക് കുറച്ചുകൂടി സൈഡിൽ തോളത്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിൽ വരാൻ പറ്റും. അപ്പൊ നിന്റെ പ്രാക്ടീസിങ്ങും വാമപ്പും നടക്കട്ടെ. എങ്ങനെയാ വാമപ്പ് കാര്യങ്ങള് നടത്തിക്കോ. ബിഗിനർ നീ ജസ്റ്റ് ഒന്ന് കാട്ടിത്തായി, നിനക്ക് ഇൻട്രസ്റ്റ്. അതിനെന്താ പറയാ, ജസ്റ്റ് ഫ്ലിപ്പ് എന്നാ പറയാ. എടാ അങ്ങനെ ഒരച്ചൊക്കെ എടാ വലിയ ബോർഡ്. അപ്പൊ അങ്ങനെ അത് നോർമലാണ്, യൂഷ്വലാണ് ഈ സംഭവത്തിൽ. ഈ ആ സാധനം മറച്ചിടണത് അല്ലേ? ഓ പണ്ട് ഡെക്കാത്രോണില് നീ ഇത് ചെയ്യുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. ഡെക്കാത്രോണില് ബോർഡിൽ ചെയ്യണ്ടായിരുന്നു കേട്ടാ. പിന്നെ ആ ഫ്ലിപ്പ് ബിഗിനറായിട്ട്, പിന്നെ ബിഗിനറായിട്ട് വേറെന്നിട്ടാ എനിക്കറിയില്ല, നിന്റെ കാര്യങ്ങൾ അറിയില്ല. അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാട്ട് കാലിടിച്ചാ അത് എന്താ പറയാ, ഫ്ലിപ്പ്. അതും ഫ്ലിപ്പിന് പറയാ 180 നമ്മുടെ BMX ഇതിലൊക്കെ ഉള്ള പോലത്തെ 180 സംഭവം കേട്ടാ. സോ ഇവൻ ഇവിടെ വാമപ്പും കാര്യങ്ങളൊന്നും ഓടിച്ചടാ, കാണട്ടെ. സാധനം ഇത്ര വാങ്ങി തന്നിട്ട് നിനക്ക് ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് സംഭവം അറിയണ്ടേ. കുറച്ച് സ്പീഡിൽ വന്നാൽ സുഖമായിട്ട് പോകാൻ പറ്റും. ഇത് മറ്റേ എവിടെ കല്ലൊക്കെ ഉണ്ടോ, ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള സ്ഥല ചെറിയ ഇതുള്ളത്. പക്ഷെ അത് സ്പീഡ് കുറയുന്നുള്ളൂ, ചക്രത്തിനൊന്നും പറ്റില്ലല്ലോ. നമ്മള് വീണിട്ടാ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സൈക്കിൾ ഓട്ടുമ്പോഴും ഓഫ് റോഡ് ചെയ്യുമ്പോഴും നമ്മള് വീണിട്ട് തന്നെയല്ലേ പഠിക്കുക. സെറ്റല്ലേ? ബാലൻസിങ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ബാലൻസിങ് കാര്യങ്ങളും കുഴപ്പമില്ല. അടുത്തത് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ, നമ്മള് ഒരു എറണാകുളത്ത് എന്തോ സ്കേറ്റ് ബോർഡിന്റെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ സ്കേറ്റ് പാർക്ക്. അത് നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് എറണാകുളത്ത് പോകുമ്പോൾ ചെയ്യണം. ഫുൾ വെക്കേഷൻ വേറെ എന്തൊരു പ്ലാൻ സ്കേറ്റ് ബോർഡിന്റെ. എന്റെ മോനെ നീ ഒരു മാരക ലുക്കട ലൈറ്റ് ഇത് ഇവിടെ നിന്ന് വന്നിട്ടേ നൈസായിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാട്ടാ. ഞാൻ ഐഫോൺ എക്സ്പ്ലോർ ചെയ്ത് വരണുള്ളൂ കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വരണുള്ളൂ. സൺറൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഒരു റോ വ്ളോഗായിട്ട് കണ്ടാൽ മതി കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് നീ ഇത് ഇവിടെ ഇങ്ങനെ വെക്കി, ഇതിങ്ങനെ വെച്ചിട്ട് അവിടെ ചാരി വയ്ക്കും. ഇടയ്ക്കൂടെ വില്ലാണ് വെച്ചോ. എന്നിട്ടൊരു കാല് മടക്കി ഇങ്ങനെ വെച്ച് കാല് മടക്കി വയ്ക്കാം. അതന്നെ അങ്ങനെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കട്ടെ. സെറ്റ് കൈസ്, അടിപൊളി വൈബ് കേട്ടോ. അപ്പോൾ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ ചെറിയൊരു ഇതുപോലെ കൊളാഷ് പോലെ ഞാൻ ചെയ്ത് കാട്ടിത്തരാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇറക്കത്തേക്ക് വന്നിരിക്കട്ടെ. അവിടത്തേക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റോഡാണ്. അനിയൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാന്നാണ് പറഞ്ഞത് കേട്ടോ. എടാ നീ ഇത് കുറച്ചും കൂടി ഒരു ഇതിൽ വെച്ചോ. ഇത് ടൈറ്റാക്കി വെച്ചു. കുറച്ച് മുടി തള്ളി നിൽക്കണ കാരണമാണോ അല്ലേ ഫിറ്റ് അല്ലാത്ത? ടൈറ്റാണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ഇറക്കത്തെ അവൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്പീഡിലോ എനിക്കൊരു എന്നിട്ട് പറയാമെന്ന് ഫസ്റ്റത്തെ സ്കേറ്റ് ബോർഡ് മേലെ നീ ഇരുന്നിട്ട് ചെയ്തത്. സ്കേറ്റ് ബോർഡിൽ ഇരുന്നിട്ട് ഞാൻ ഇറക്കത്തിലാണ് ചെയ്തിട്ടുണ്ട്. നോക്കി നോക്കാം. ഇവിടെ ചെറിയൊരു ഇറക്കമാണ്. ഇറക്കത്ത് അങ്ങോട്ടേക്ക് പോവാട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഇറക്കത്താകുമ്പോൾ കുറച്ചുകൂടി നല്ല റോഡും കൂടിയാണിത്. കൊള്ളാലടാ മോനെ. എങ്ങനെ നിർത്താ? എങ്ങനെ നിർത്താ? എടാ എങ്ങനെ നിർത്താറിയില്ല. നിർത്താറിയോ? പൊളിയുണ്ടോ? എവിടത്തെ ഇതോ ഒരു മറ്റേ സ്കേറ്റ് ബോർഡ് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടോ? ഒറ്റ ഫ്ലോയില് അത് ഇതിന്റെ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. ബെയറിങ്ങിന്റെ ക്വാളിറ്റി. ഓ പോയാ
ഇല്ലല്ലോ. സാധനം ക്വാളിറ്റി സാധനം ഉണ്ടാ? സാധനം ഇതുള്ള കാരണം എനിക്ക് ഓടിക്കാൻ പറ്റും. മറ്റാണെങ്കിൽ പകുതി തലകുത്തി വീണാനെ ഉറപ്പായിട്ടും. മോനെ പൊളിച്ചു, അടിപൊളി ഇത് കിട്ടിണ്ടാ സാധനം കിട്ടിയ. അത് എങ്ങനെയുണ്ട്? അവിടെ കുറച്ച് ഷിവറായി. ഇപ്പൊ ഞാൻ അത് ഇങ്ങനെ നിക്കുമ്പോ ഷിവറായി. പിന്നെ ഞാൻ ഒരു ഇത് വെച്ചപ്പോ ആ ഒരു പൊസിഷനിൽ നിക്കണം തോന്നുന്നു. സ്റ്റേബിളായി. ആ കാല് നമ്മളിപ്പോ ഈ മൗണ്ടൻ ബൈക്കിങ് നമ്മൾ ഈ ട്രാക്കിൽ പോകുമ്പോൾ നമ്മൾ കൈ ബെൻഡാക്കി നിർത്തില്ല, അതുപോലെ നമ്മൾ ഇങ്ങനെ നിർത്താതെ കൈ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ബെൻഡാക്കി നിർത്തും കേട്ടോ. അതുപോലെ കാല് ബെൻഡാക്കി നിർത്തണം തോന്നുന്നു അല്ലേ? ആ ഓരോന്ന് പഠിച്ച് വരണുള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സ്കേറ്റിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യണവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാ കമ്മ്യൂണിറ്റിയും വളരണം ഗൈസ്. MTB മാത്രം ട്രാക്കും കാര്യങ്ങളൊന്നും വന്നിട്ട് കാര്യമില്ല. എല്ലാ കമ്മ്യൂണിറ്റി ഇതുപോലത്തെ കുറച്ചുകൂടി ആക്റ്റീവ് ആണോ അല്ലേ? നിനക്ക് സ്കേറ്റിംഗ് ബോർഡ് ചെയ്യണം കൂട്ടുകാരന്മാരെ എല്ലാവരും പരിചയമുണ്ടോ? ശ്രീവാസുണ്ട്. പിന്നെ വേറെ ആരും കമ്മ്യൂണിറ്റി ഭയങ്കര അങ്ങനത്തെ ഇതുകളൊക്കെ കുറച്ചുകൂടി ഇത് വേണം പുറം രാജ്യങ്ങളിലൊക്കെ പോലെ. കുറെ ട്രിക്കും പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ. കാരണം സൈക്കിളായിട്ട് ഫ്രണ്ട്സായിട്ട് പോകാൻ പോലെ സ്കേറ്റ് ബോർഡ് അങ്ങനെ ആരും ഇല്ല പോകാനായിട്ട്. അങ്ങനെ പക്ഷെ അവരൊക്കെ മറ്റേ എവിടെയാ കോഴിക്കോട്ടെ എറണാകുളത്ത് അങ്ങനെ ഉണ്ട് ഒരു ടീമുണ്ട്. സെറ്റ് ഇവൻ ഒന്നുകൂടി ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇലക്ട്രിക് സൈക്കിളിൽ പോവാം കേട്ടോ. ഇലക്ട്രിക് സൈക്കിളിൽ കുറച്ചുകൂടി സുഖമാണ്, കുറേ ദൂരം പോകാൻ വേണമെങ്കിൽ അല്ലേ? അല്ല ഞാൻ ഇലക്ട്രിക് സൈക്കിളിൽ പോവാം, നീ എൻ്റെ തോളത്ത് പിടിച്ചാൽ മതി. നീ കുറച്ചുകൂടി ദൂരത്ത് പോക്കോ. നിനക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അറിയോ? നിനക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സഡൻ സ്റ്റോപ്പിങ് അതറിയില്ല? കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആള് ചാടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നീ? അത് റിസ്ക് അല്ലേ? പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അറിയോ നിനക്ക് അതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ? എങ്ങനെ? ഓക്കെ നേരെ വരണ സാധനം കുറച്ച് തിരിക്കുന്നുണ്ട്, ടിൽറ്റ് ചെയ്തിട്ട്. വാ ഒരു വട്ടിയാണ് നോക്കാം, എന്നിട്ട് ഇലക്ട്രിക് സൈക്കിളും ചെയ്യാം. നീ ഇവിടെ സഡൻ ബ്രേക്ക് ചെയ്തിട്ട് നിർത്തിട്ടാ. അവിടെ നിന്ന് വന്നിട്ട് നിർത്ത്. ഈ പോസ്റ്റിൻ്റെ അവിടെ നിർത്തണം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോസ്റ്റിൻ്റെ ഇവിടെ ഞാൻ നിൽക്കണടുത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ പണിയല്ലേ ഇത്? സാധനം എന്തെങ്കിലും വണ്ടിയോ വല്ലതൊക്കെ വരുമ്പോൾ സഡൻ സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതുമ്പോൾ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് പോയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ, ഈ പോസ്റ്റിൻ്റെ നേരെ. അങ്ങനെ പഠിക്കുക. ഇവിടെ നിർത്ത്. അത് നീ യൂട്യൂബിൽ നോക്കണ എങ്ങനെയാന്ന്, വെറുതെ പണി വെക്കണ്ട. കാരണം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ പോയി ഇടിക്കില്ലേ? സെറ്റ് വേണേ ഒരു വട്ടണി പോ. നമുക്ക് വന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളുമ്മ ചെയ്ത് നോക്കിയോ കേട്ടോ. ഒരു വട്ടണി പൊക്കോ. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പഠിക്കാതെ ഫസ്റ്റ് ആദ്യമല്ലേ പഠിക്കുക, നിർത്താനല്ലേ പഠിക്കുക ആദ്യം. പണിയല്ലേ ഇങ്ങനെ. ഇത് അടിപൊളി സ്പോട്ടാട്ടോ, നല്ലൊരു ഇറക്കമാണ്. പഠിച്ചോ ആ പൊസിഷനിൽ നിന്നിട്ട് ചെയ്യും, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചൊന്ന് കുമ്പിട്ടുന്ന ചിലപ്പോൾ കുറച്ചുകൂടി കണ്ട സെക്കൻഡ് നൈസായിട്ട് ബാലൻസിങ്ങും ചെയ്തൊക്കെ ചെയ്ത് പോകണ്ടിട്ടാ. നിർത്തടാ കണ്ട അവന് നിർത്താൻ പറ്റണില്ല. നിർത്തടാ. അപ്പൊ പെട്ടെന്ന് നിർത്താണ്ടേ? എന്തിനാ നിർത്താൻ? കുറച്ച് ബുദ്ധിമുട്ടാ. വണ്ടിയൊക്കെ പെട്ടെന്ന് വണ്ടി ചാടിയാലേ, പട്ടി മുന്നിൽ ചാടിയാലോ സീനല്ലേ? പഠിക്കണം, ഓരോന്നും പഠിക്കണം കേസ്. എനിക്കും പഠിക്കണം കേട്ടോ. സ്കേറ്റിംഗ് ബോർഡ് ആദ്യം ബാലൻസ് ചെയ്യാൻ പഠിക്കണം. എനിക്കും പഠിക്കണമെന്നുണ്ട് കേസ്. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. സോ ഇനി നമുക്ക് ഇലക്ട്രിക് സൈക്കിളുമ്പോൾ പോവാം. തോളത്ത് കൈ വെച്ചിട്ട് നീ തോളത്ത് പിടിച്ചോ. അപ്പൊ നിനക്ക് ഇറക്കം മാത്രമല്ല, സ്ട്രൈറ്റ് റോഡ് ആയാലും പോവാം. അവിടെ ട്രൈ ചെയ്യട്ടെ അവിടെ. അപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ ഞാൻ മുന്നേ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് സൈക്കിൾ ഏകദേശം 48 കിലോമീറ്റർ പോകും. 35,000 രൂപയാണ് അതിൻ്റെ വില വരണത്. 4 മണിക്കൂർ ചാർജ് ചെയ്യണം. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫോ തന്നതാണ്. ഈ മോട്ടറിൻ്റെ T-Rex എയർ ആണ് നമ്മൾ ഉപയോഗിക്കണം ഇലക്ട്രിക് സൈക്കിൾ കേട്ടോ. സോ നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ എനിക്കും പ്രചോദനം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താക്കോൽ ഇതാ സെറ്റല്ലേ? കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ? ഇതുവരെ ഇല്ല. സെറ്റ്. സോ ഗൈസ് ഇലക്ട്രിക് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. T-Rex എയർ ഞാൻ ഒന്നും പറയണം. ഇപ്പോൾ ഏകദേശം ഞാൻ 183 കിലോമീറ്റർ ഓടിയിട്ടാണ്. ഇതും കൊണ്ട് മൂന്നാർ പോണ വ്ളോഗ് കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ. സോ ഇനി നമ്മൾ ഞാൻ ഇലക്ട്രിക് സൈക്കിളുമ്പോൾ പോവാണ്. നീ പയ്യെ ഓടിച്ച് എൻ്റെ തോളത്ത്
തോളത്ത് ഇത് പിടിക്കുക. അപ്പോ ഞാൻ ചവിട്ടണ്ടല്ലേ? ആ നീ കാലുകൊണ്ട് ചവിട്ടണ്ട, നീ അത് ബാലൻസ് ചെയ്തിട്ട് പിടിച്ചെന്നാ മതി. ഇപ്പുറത്ത് തോളത്ത് വെച്ചോ. ആ ഈ തോളത്ത് വെച്ചിട്ടുണ്ട്. എന്റെ മോനെ എന്തിനാ ഓണ ഇത്? ബുള്ളറ്റാണോ? കാറാണോ ഇത്? ഓണ ഇത് സീൻ സാധനമാണല്ലോ. എന്റെ മോനെ ഹോണ്ട സിവിക് അല്ലേ ഇത്? അല്ലേ ഹോണ്ട സിവിക് പണ്ടത്തെ മോഡലാണ് കേട്ടോ. എന്ത് സൗണ്ട് വെച്ചാൽ പൊളി സാധനം, പൊളി വൈബ്. ഏതാ വണ്ടിന്ന് അറിയണം ഒരു താഴെ കമന്റ് ചെയ്യട്ടെ. സിവിക്ക് പോലെ ഹോണ്ടയുടെ വണ്ടിയാന്ന് എനിക്കറിയാം അല്ലേ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. തോളത്ത് പിടിച്ചോ. ഇനി എന്നിട്ടാ ബുള്ളറ്റ് നമ്മൾ ചെറിയൊരു ഇടവഴിയാണ്, ഇടവഴി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു റൂട്ടിലെ ചെയ്യാനുണ്ട്. എൻ്റെ മുന്നേ അടുത്തത് കാറുണ്ട്. ഇനി അടുത്തത് കാറ്. വായോ, തോളത്ത് പിടിച്ചോ. ആ വായോ. ഓക്കെ, ഞാൻ വാ സെറ്റല്ലേ? പവർ കൂടൂട്ടാ. സ്പീഡ് കൂട്ടാൻ പോയി 20-25 പോവും. പിടിക്ക് ഞാൻ വേണേ സ്പീഡ് ഒന്നും കുറയ്ക്കാം. ഓനെ കുറച്ച് സ്പീഡിൽ പോവാൻ വേണമെങ്കിൽ. എടാ നമ്മള് 10 പോണുള്ളൂ. ഞാനിപ്പോ 1 കേട്ടോ ഗിയറ്. എടാ ഇവന് ഇനി വിട്ടോട്ടാ. വിട്ടോ അവന് സ്പീഡ് ഇത് പറ്റണില്ല കേട്ടോ. ആക്ച്വലി ഇത് നമ്മുടെ 1 ഇട്ടിട്ടുള്ളൂ. പെഡൽ അസിസ്റ്റന്റ് 1 പക്ഷെ 1 കുറച്ചധികം സ്പീഡ് പോകൂട്ടാ. ഞാൻ എത്ര സ്പീഡ് പോകും നോക്കിയോട്ടെ. എടാ ഇത് നീ ഇവിടെ തന്നെ നിൽക്ക്. ഓ 1 ഗിയറിൽ 15 സ്പീഡ് പോകുന്നുണ്ട് കേട്ടോ. 15 സ്പീഡൊന്നും അവന് പിടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. 15 സ്പീഡ് അറിയില്ല. പക്ഷെ അവന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അത് അവൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കുറച്ചൊന്ന് ലോഡ് ചെയ്തോ. കുറച്ച് സ്പീഡിൽ പോ. നേരെ നോക്കട്ടാ. നിനക്ക് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ എന്നെ വിട്ടോളോ. എന്നെ വിട്ടിട്ട് നീ പൊക്കോ, പേടിക്കണ്ട. ഓക്കെ, ബാലൻസ് കിട്ടിയാ? അതെ, ഗിയർ ഓണായി കേട്ടാ, മോട്ടോർ ഓണായി. പേടിക്കണ്ട. എടാ 12 പോണേ. എന്റെ കൈ ഇവൻ ഓട്ടയൊക്കെ തോന്നിട്ടാ പിച്ചിട്ട്. എടാ നീ ബാലൻസ് ചെയ്യണം. അത് ബാലൻസ് ചെയ്യ്. അവൻ അത് ബാലൻസ് ചെയ്തിട്ട് എന്റെ കൈമിയാണ് ഫുള്ള് സപ്പോർട്ട് അവൻ കൊടുക്കണത്. എന്തായാലും അടിപൊളി സംഭവവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. എന്തായാലും സ്റ്റേ ട്യൂൺഡ് ഫോർ കിഡിലൻ വീഡിയോ. അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ പാർക്കിലേക്ക് പോകുന്നുണ്ട്. BMX എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വെക്കേഷന് സർഫിങ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സർഫിങ് ക്ലാസ്സിന് പോയാലോന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റിയും പറ്റുന്നൊരു ചെറിയൊരു ചാനലാണ്. സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ കിഡിലൻ വ്ളോഗ് അല്ലേ? വരില്ലേ? ഞാൻ ആദ്യമായിട്ടാ ഈ ഇത്രയും ലെങ്ത്തിൽ ഇങ്ങനെ പിടിക്കണം കേട്ടോ ട്രൈപോഡ്. സോ അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാൻ കഴിയും. സ്റ്റേ ട്യൂൺ. സ്കേറ്റ് ബോർഡൊക്കെ സെറ്റ് അല്ലേ? അപ്പോൾ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്ന് തുറച്ച് വൃത്തിയാക്കിക്കോ. നീ ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടാ. നീ ശരിക്കും ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ കുറച്ച് പണി കൂടും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻസ് വരും. ഇപ്പോൾ ചെറിയൊരു ഇടവഴിയിലാണ് ചെയ്തത്, എന്നാലും തിരക്കുണ്ട്, കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞായറാഴ്ച. അപ്പോൾ ആരും ഇത് അനുകരിക്കാൻ നിൽക്കേണ്ട. ചെറിയൊരു ഇലക്ട്രിക് സൈക്കിൾ ചെന്ന് സപ്പോർട്ട് ചെയ്ത് വിടാൻ നോക്കിയതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.